ഇന്ന് വിഷ്ണു ശാലിനിയുടെ എപ്പിസോഡ് മഹാ എപ്പിസോഡാണ്. 1 മണിക്കൂർ നീണ്ട എപ്പിസോഡാണ്. ശാലിനിയുടെ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ശാരദാമ്മ ആകെ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അന്നേരം അവളെ കാണണം, ശാലിനി എവിടെയെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് അർജുൻ പറയുന്നുണ്ട്. അന്നേരം എന്തിന് ഓപ്പറേഷൻ തിയേറ്ററിൽ, അവൾക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് ആകെ അന്തം വിട്ട് പൊട്ടിക്കരയുകയാണ്. അന്നേരം ഒരു വെടി കൊണ്ടതാണ്, ബുള്ളറ്റ് എടുക്കുകയാണ്, ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ശാരദാമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് അർജുൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെയൊക്കെ പിടിച്ചു വലിക്കുകയാണ് ശാരദാമ്മ. പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ് സുസ്മിതയും സത്യഭാമയും. തുടർന്ന് ആകെ അവിടെ ചാരി നിന്നങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് ശാരദാമ്മയുടെ വിഷമം കണ്ടിട്ട് വിഷ്ണുവിനും പ്രീതിക്കും അർജുനും ഒന്നും സഹിക്കാനേ കഴിയുന്നില്ല. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ അവിടെ കിടന്ന് ബഹളം വെച്ച് കരയുന്നതിലൊക്കെ അങ്ങ് നീരസം പ്രകടിപ്പിക്കുകയാണ് സുസ്മിത. തുടർന്നാണ് ശാരദാമ്മ ശ്രദ്ധിക്കുന്നത് സത്യഭാമയും സുസ്മിതയും അവിടെ ഇരിക്കുന്നത്. തുടർന്ന് കണ്ണീരൊക്കെ തുടച്ച ശേഷം സത്യഭാമയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൾക്ക് എന്താ പറ്റിയത്, പറയണം സത്യാമ്മയെന്ന്. അന്നേരം ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേൽക്കുന്ന ഭാമ പറയുകയാണ്, നിങ്ങളെ മകളെ വെടിവെച്ചത് ഞാനല്ല എന്ന്, എന്നാലും നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂന്ന് ശാരദാമ്മ പറയുമ്പോൾ, അമ്പലത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞ് അവളെ പൂട്ടിയിട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ആവശ്യമില്ലാത്തടത്തൊക്കെ വലിഞ്ഞു കയറി വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി ഭാമ നിൽക്കുമ്പോൾ, പൂട്ടിയിടാൻ മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? അവളെ പൂട്ടിയിട്ടിട്ട് ഈ നിൽക്കുന്ന അർജുൻ്റെ 2ാം വിവാഹം നടത്താനല്ലേ നിങ്ങൾ പടപ്പുറപ്പാടുമായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയത്? സ്വന്തം മകളുടെ താലി അറുക്കാനായിട്ട് മകളുടെ മനസ്സ് കാണാൻ സാധിക്കാത്ത നിങ്ങളൊരു അമ്മയാണോ സത്യാമ്മയെന്നൊക്കെ പറഞ്ഞ് സത്യഭാമയുടെ മേലിലങ്ങ് പഴി ചാരുകയാണ് ശാരദാമ്മ. തുടർന്ന് വീണ്ടും ശാരദാമ്മ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ മകള് അവിടേക്ക് വന്നത് മനസാക്ഷി ഉദ്ദേശിച്ചാണ്. ഈ പ്രീതിക്ക് അർജുനും വേണ്ടി അവരുടെ ബന്ധം അറ്റുപോകാതിരിക്കാനായിട്ട് അമ്പലത്തിൽ തുലാഭാരം നടത്തിയവളാണ് ഈ ശാരദ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ നടന്നത്? എൻ്റെ മകൾ ഇങ്ങനെ ഇതിനകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് എന്ന് സത്യഭാമയുടെ നേർക്ക് കൈ ചൂണ്ടി ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അതിനെ എതിർത്ത് ഒരക്ഷരവും മിണ്ടാതെ വിഷ്ണുവും പ്രീതിയും അർജുനും ഒക്കെ നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും ശാരദാമ്മ പറയുകയാണ്, മറ്റൊരാളുമായി കല്യാണം ഉറപ്പിച്ച ശാലിനിയാണ് നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചത്. അന്ന് പണക്കാരിയായ സത്യാമ്മയുടെ വീട്ടിൽ നിന്നും ഒരു ബന്ധം കിട്ടുന്നത് നല്ലതാണെന്ന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു. അന്ന് വിഷ്ണുവിന് നേരെ താലി കാട്ടിയിട്ട് വിഷ്ണു കല്യാണം കഴിച്ചില്ലെങ്കിൽ അന്ന് അമ്പലനടയിൽ നിൽക്കുന്ന ഒരു പിച്ചക്കാരനെ കല്യാണം കഴിക്കും എന്നാണ് അവൾ പറഞ്ഞത്. ഇതിലും ഭേദം അതായിരുന്നു. പിച്ചക്കാരനായിരുന്നെങ്കിലും ഭിക്ഷയെടുത്ത് ജീവിക്കുമെങ്കിലും എൻ്റെ കുഞ്ഞിനൊന്ന് ഉയിര് ബാക്കി ഉണ്ടായിരുന്നേനെ എന്ന് പറഞ്ഞ് ശാരദാമ്മ പൊട്ടിക്കരയുമ്പോൾ ഒരു നിമിഷം അങ്ങ് കണ്ണടച്ച് നിൽക്കുകയാണ് വിഷ്ണു. ശാരദാമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ സത്യഭാമ നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വീണ്ടും പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ഒരു നേരമെങ്കിലും മനസമാധാനമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? പൊന്നും പണവും ഒക്കെ ആവശ്യം പോലെ ഉണ്ടായിരിക്കാം, പക്ഷേ മനസമാധാനം എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളും പിന്നെ നിങ്ങളുടെ മകളെന്നും പറഞ്ഞ് കൊണ്ടുകിടക്കുന്ന ഈ സുസ്മിതയും ചേർന്നുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഓടി നടക്കുകയായിരുന്നു എൻ്റെ കുട്ടി. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ശാരദാമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ശാരദാമ്മ അടുപ്പിലെ തീ ഊതി മുഴുവനായും ജീവിതം ഹോമിച്ച് കളഞ്ഞത്. അതിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശാരദാമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. പക്ഷേ അതിന് മുന്നേ അതിന് കാരണക്കാരായവരെ പച്ചയ്ക്ക് കത്തിച്ച് കളയും എന്ന് പറയുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടു കൂടി ശാരദാമ്മയെ അങ്ങ് നോക്കി നിൽക്കുകയാണ്. അന്നേരവും ദേഷ്യത്തോടെ സുസ്മിത നിൽക്കുകയാണ്, ഈ തള്ള എന്തിനാണ് ഇപ്പോൾ എന്നെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴിച്ചതെന്നും പറഞ്ഞ് പല്ലൊക്കെ കടിച്ചു പിടിച്ചങ്ങ് ദേഷ്യത്തോടെ സുസ്മിത നിൽക്കുന്നുണ്ട്. തുടർന്നൊരു അവസാന വാണിംഗ് എന്ന പോലെ സത്യഭാമയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, ഈ പണം എണ്ണുന്ന കൈകളിനേക്കാൾ വാശി ഉണ്ടാകും ഈ തീ ഊതുന്ന എൻ്റെ കൈക്ക്. നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി പ്രാർത്ഥിച്ചോ, എൻ്റെ കുഞ്ഞിന് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. ശാരദ പറയുന്നത് വെറും വാക്കല്ല എന്നുകൂടി ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യഭാമയുടെ മുമ്പിൽ നിന്നും ശാരദാമ്മ അങ്ങോട്ടേക്ക് മാറുമ്പോൾ മുന്നോട്ട് നടന്ന വിഷ്ണു ഒരൊറ്റ നോട്ടം ഭാമയെ നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ നോക്കിയ ശേഷം അങ്ങ് തലകുനിച്ച് നിൽക്കുന്നുണ്ട് സത്യഭാമ. ഇതേസമയം ശാലിനിയുടെ ശരീരത്തിൽ നിന്നും ആ ബുള്ളറ്റ് ഡോക്ടർമാർ പുറത്തെടുക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ആ ഹോസ്പിറ്റലിന് പുറത്ത് വന്നങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ഓടി വരികയാണ്. എന്താ പറ്റിയത്? ശാലിനിയോട് ആരാണിത് ചെയ്തത്? ആര് ചെയ്താലും അവരോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ, എങ്ങോട്ടാണ് പോകുന്നത്? എന്തിൻ്റെ കണക്കാണ് നിങ്ങൾക്കിപ്പോൾ തീർക്കാനുള്ളത്? കണക്ക് തീർക്കണമെങ്കിൽ 18 വർഷം മുന്നേ തുടങ്ങണം. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഹോസ്പിറ്റൽ മുറിക്ക് അകത്ത് കിടപ്പുണ്ട്, ഒരെണ്ണം അങ്ങ് കുടുംബശ്രീയിൽ കരിയും പുകയും ഒക്കെ പിടിച്ചു കിടപ്പുണ്ട്.
അതുകൊണ്ട് പിന്നെ വേറൊന്നു കൂടിയുണ്ട്, ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ വീണ്ടും മയക്കുമരുന്നിൻ്റെ ലഹരിയിലേക്ക് വഴുതി പോകുന്ന വീണ്ടും ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് സങ്കടം ഗോപാലകൃഷ്ണൻ്റെ മുമ്പിൽ അങ്ങ് ദേഷ്യമായി തീർക്കുകയാണ്. അന്നേരം അതിനൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞതല്ലേ ശാരദയെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ കത്തി നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയിട്ട് മാപ്പ് പറഞ്ഞാൽ എല്ലാത്തിനും സമാധാനമാവുമോ, ശാരദ ഒറ്റയ്ക്ക് അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനോട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ശാരദാമ്മ. അകത്ത് വെടിയേറ്റ് കിടക്കുന്നത് നാട്ടിലെ ഗുണ്ടാ നേതാവിൻ്റെ ഭാര്യയാണ്. പിന്നെ വീട്ടിനകത്ത് കിടക്കുന്നതും അമ്മായിയമ്മ തട്ടിക്കളിക്കാനായിട്ടുള്ള ഒരു ഉപകരണം. പിന്നെ മറ്റേതിന് താലിഭാഗ്യം ഉണ്ടോയെന്ന് പോലും അറിയില്ലേ. ചോദിക്കാനും പറയാനും ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണന് മുമ്പിൽ നിന്നങ്ങ് പൊട്ടിക്കരയുമ്പോൾ ശാരദയുടെ ഒരു ചോദ്യത്തിനും ഗോപാലകൃഷ്ണന് മറുപടി ഇല്ലാതെ തലകുനിച്ചങ്ങ് നിൽക്കുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണനെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറാനോ ശാലിനിയെ ഒന്ന് കാണാനോ ശാരദാമ്മ സമ്മതിക്കുന്നില്ല. നിങ്ങൾ തെറ്റൊക്കെ നിങ്ങൾ സമ്മതിച്ചു, പക്ഷേ എനിക്കാണ് തെറ്റ് പറ്റിയത്. അന്ന് നിങ്ങൾ ഉപേക്ഷിച്ച് പോയപ്പോഴേ മൂന്നിനെയും വിഷം കൊടുത്ത് കൊല്ലണമായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇറങ്ങിപ്പോണം ഗോപാലേട്ട. കഴുത്തിൽ കിടക്കുന്ന താലിയോട് ഞാൻ നിന്ദ കാണിച്ചു എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ശാരദാമ്മയങ്ങ് പൊട്ടിക്കരയുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാലിനിയെ കാണാതെ തിരികെ മടങ്ങി പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് പ്രീതി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, എത്ര നേരമായെന്നൊക്കെ പ്രീതി വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നേരം എന്തായെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ദൈവം രക്ഷിച്ചു, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, ബുള്ളറ്റ് പുറത്തെടുത്തു, ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറയുകയാണ്. നേരം അങ്ങ് ആശ്വസിക്കുകയാണ് ശാരദാമ്മയും വിഷ്ണുവും പ്രീതിയും അർജുനും ഒക്കെ. സത്യഭാമയും അങ്ങ് ആശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആകെ എന്നും പറഞ്ഞ് ആകെ അങ്ങ് നിരാശയായിട്ട് നിൽക്കുകയാണ് സുസ്മിത. എന്ന് വെച്ചാൽ ശാലിനി മരിച്ചില്ലല്ലോ എന്നുള്ളതിൽ സങ്കടമാവുകയാണ് സുസ്മിതയ്ക്ക്. തുടർന്ന് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് വിഷ്ണു തിരക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് തിരികെ അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു അങ്ങ് കണ്ണൊക്കെ തുടയ്ക്കുമ്പോൾ സത്യഭാമ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ വിളിക്കുന്നുണ്ട് ഭാമ, വാ നമുക്ക് പോകാമെന്ന്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മക്കളും മരുമക്കളും ശാരദാമ്മയും എല്ലാവരും ഞാൻ പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. പക്ഷേ എനിക്കൊന്നിനും മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പറയേണ്ട സന്ദർഭം ഇതല്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. സത്യഭാമ ഇന്ന് വരെ ജീവിച്ചത് ഇങ്ങനെ തന്നെയാണ്, ഇനിയും ജീവിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരും പറഞ്ഞത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശാരദയെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ വിട്ടു, കാരണം ശാരദയും സത്യഭാമയുമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയോട് പറയുകയാണ്, സത്യഭാമ കാരണം നിങ്ങളുടെ മകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം നിന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വിഷ്ണുവിൻ്റെ തോളിന് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അമ്മ ദൈവം അല്ലേടാ എന്ന്. അന്നേരം മറുപടി ഇല്ലാതെ വിഷ്ണു നിൽക്കുകയാണ്. അത് നിൻ്റെ കുറ്റമല്ല, ദൈവം എല്ലാവരുടെയും മനസ്സ് കാണാനായിട്ട് ശ്രമിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മനസ്സ് കാണാനായിട്ട് ആരും ശ്രമിക്കില്ല എന്ന് വിഷ്ണുവിനോട് പറഞ്ഞ ശേഷം പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന ഭാമ പറയുകയാണ്, ഈ സത്യഭാമയുടെ വയറ്റിലാണ് നിൻ്റെ ജീവൻ മുള പൊട്ടിയത്. അതുകൊണ്ട് ഈ ചോരയുടെ ഗുണം നീ എത്ര കഴുകിക്കളഞ്ഞാലും അത് നിന്നിൽ നിന്നും മാറാൻ പോകുന്നില്ല. എന്നിട്ട് പ്രീതിയുടെ രണ്ട് കവിളിലേക്കും പിടിച്ചിട്ട് ഭാമ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന്. അന്നേരം എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പ്രീതി പറയുകയാണ്. അന്നേരം എത്ര സമയം വേണമെങ്കിലും ആലോചിച്ചോളൂ എന്ന് പറഞ്ഞ ശേഷം വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് വാ മോളെ എന്നും പറഞ്ഞ് സുസ്മിതയും പിടിച്ച് അവിടെ നിന്നും പോവുകയാണ് സത്യഭാമ. തുടർന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന പ്രീതിയെ മോളെയെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അന്നേരം എനിക്ക് ആരും വേണ്ട വിഷ്ണു ഏട്ടാ, ശാലിനിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, എനിക്ക് അത് മാത്രം മതിയെന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന പ്രീതി അങ്ങ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് വിഷ്ണു. തുടർന്ന് വീട്ടിലെത്തിയ സത്യഭാമയോട് എതിർത്ത് സംസാരിക്കുകയാണ് രാഘവൻ നായർ. നീ ചെയ്ത തൊട്ടും ശരിയായില്ല എന്ന്. അന്നേരം രാഘവേട്ടൻ അവരെവിടെ നിന്നും തുറന്നു വിട്ടതല്ലേ പ്രശ്നമുണ്ടാക്കിയത്, അതല്ലേ അവരവിടേക്ക് കയറി വന്നത് എന്നൊക്കെ. അന്നേരം നീ എന്തിനാ മകളുടെ താഴി ഇറക്കാനല്ലേ അർജുൻ്റെ 2ാം വിവാഹം നടത്താനായിട്ട് പോയത്? ഏറ്റവും കൂടുതൽ അവകാശം അവിടേക്ക് കയറി വരാനായിട്ട് നമ്മുടെ മകൾ പ്രീതിക്ക് തന്നെയാണ്. അവരുടെ ഡൈവേഴ്സ് നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ വിവാഹം നടത്താൽ അത് നടന്നിരുന്നുവെങ്കിൽ അതിന് കൂട്ടുനിന്ന നീയും വസുമതിയും അർജുനും ഒക്കെ ഇപ്പോൾ അകത്തായേനെ. അന്ന് നിന്നെ കൈവിലം കാണിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ വസുമതിക്ക് വേണ്ടിയല്ലേ നീ ഇപ്പോൾ ഓടി നടന്നത്? അപ്പോൾ ആകെ മാനക്കേടായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമയ്ക്ക് മറുപടിയില്ല. എന്നിട്ടും ഭാമയങ്ങ് തർക്കിക്കുന്നുണ്ട്. വാക്കാണ് ഈ സത്യഭാമയ്ക്ക് വാക്കാണ് വലുത് എന്നൊക്കെ. അന്നേരം ആകെ അങ്ങ് രാഘവൻ നായർ ക്ഷോഭിക്കുമ്പോൾ മിണ്ടാതെ ഭാമ നിൽക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും പറയുകയാണ്, പ്രീതിക്ക് അർജുനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും എന്ത് നേട്ടമാണ് ഉണ്ടായത്? ആദ്യത്തെ ഗർഭം അലസിപ്പോയത് എങ്ങനെയാണെന്ന് രാഘവേട്ടന്
അറിയാമല്ലോ. പിന്നെ രണ്ടാമത് നിങ്ങളൊക്കെ കൂട്ടുനിന്ന് എന്നെ ഒളിച്ചും മറച്ചും ആ ബന്ധം മുന്നോട്ട് പോയി. പക്ഷെ അതിലും ആ ഗർഭവും അലസിപ്പിച്ചതും അവൻ്റെ അമ്മയും. ഇതിൽ നിന്നും ഇനി എന്തായാലും അർജുൻ ശങ്കർ എൻ്റെ മകളുടെ ജീവിതത്തേക്ക് വേണ്ട, ഞാനിതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർക്ക് പറയണമെന്നുണ്ട് പ്രീതി ഇപ്പോഴും ഗർഭിണിയാണെന്ന്. പക്ഷേ രാഘവൻ നായർ അത് പറയുന്നില്ല. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പ്രീതിയെയും കൂട്ടി വിഷ്ണു വീട്ടിലേക്ക് വരുന്നത്. അവർ വാതിൽക്കൽ എത്തുമ്പോഴേക്കും ഭാമയും രംഗൻ നായരും കാണുന്നില്ല. വീണ്ടും ഭാമ അങ്ങ് പ്രസംഗിക്കുകയാണ്. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടുകൊണ്ട് വസുമതിയും കൂട്ടി അർജുനല്ലേ ഇവിടേക്ക് വന്നത്. അവരുടെ കയ്യിലിരിപ്പ് വെച്ച് ഞാൻ എന്നേ അത് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ അവരങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ വസുമതിയുടെ കാല് പിടിച്ച് കരയണമായിരുന്നു, എൻ്റെ മകളെ വേണ്ടാന്ന് വയ്ക്കരുത് എന്ന്. അവൾ എന്തായാലും പ്രീതിക്ക് എന്തായാലും ഇനി അർജുൻ വേണ്ട, അവളുടെ രണ്ടാം വിവാഹം ഞാൻ നടത്തും എന്ന ഗമയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യഭാമ. അതാണ് എൻ്റെ ന്യായം എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ പറയുമ്പോൾ ആകെ ദേഷ്യത്തോടെ വിഷ്ണു ഇങ്ങനെ പ്രീതിയെ നോക്കുകയാണ്. തുടർന്നാണ് രാഘവൻ നായർ വിഷ്ണുവിനെയും പ്രീതിയെയും കാണുന്നത്. തുടർന്ന് ഭാമയും കാണുകയാണ്. തുടർന്ന് പ്രീതി ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ മോളെന്നും പറഞ്ഞ് സ്നേഹത്തോടു കൂടി ഭാമ ഇങ്ങനെ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ തുടരുത് അവളെന്നും പറഞ്ഞ് പ്രീതി അങ്ങ് പിടിച്ചു മാറ്റുകയാണ് വിഷ്ണു. അന്നേരം ഡാ നീ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഭാമ പറയുമ്പോൾ വിഷ്ണു അങ്ങ് കലിതുള്ളുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, ഞാനിവളെ ഇവിടെ കുടികിടപ്പിനായിട്ട് കൊണ്ടുവന്നതല്ല, ഇവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഹേമലതയുടെ തോക്കൻ മുനയിലേക്ക് ശാലിനി വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഇവളതെ ഇപ്പോൾ ഈ തളത്തിൽ ഇവിടെ വെള്ള പുതപ്പിച്ച് കിടത്താമായിരുന്നു. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇവളെ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. നേരം അങ്ങ് ആകെ അന്തം വിട്ട് ഭാമ നിൽക്കുകയാണ്. നേരം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ മോനെ എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയാണ്, എനിക്ക് മച്ചാ അത് തന്നെയാണ് താല്പര്യം. പക്ഷേ എൻ്റെ അമ്മയുടെ തീരുമാനം ഒന്നറിയണം. എൻ്റെ ശാലിനി അവിടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയെയും അനിയത്തിയെയും ഒക്കെ ഇനി കണ്ണി കണ്ട ഗുണ്ടകളുടെ തോക്കിൻ മുനയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അർജുൻ്റെ കല്യാണമാണ് എന്നറിഞ്ഞിട്ടല്ലേ അമ്മ എന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. പിന്നെ ഇവരെ മുറിയിൽ പൂട്ടിയിട്ടു. മനസാക്ഷിയുള്ള ഒരമ്മയും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മയുടെ തീരുമാനം പറഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞ് വിഷ്ണു താഴെത്തട്ടയിൽ നിൽക്കുകയാണ്. അന്നേരം നിനക്കെന്താ അറിയേണ്ടത് എന്ന് ഭാമ ചോദിക്കും. എൻ്റെ അനിയത്തിക്ക് ഒരു സമാധാനം ജീവിതം കിട്ടുമോ എന്ന് വിഷ്ണു ഭാമയോട് ചോദിക്കുകയാണ്. ഇവൾക്ക് ഇവളുടെ ഭർത്താവിനൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, ഇതറിയാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്നില്ലായിരുന്നു. സത്യഭാമയ്ക്ക് വാക്കാണ് പ്രധാനം. അത് കഴിയണമെങ്കിൽ ഈ ഭാമ മരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് അമ്മയുടെ അവസാന തീരുമാനമാണോ എന്ന് ചോദിക്കുകയാണ്. നേരം അവസാന തീരുമാനമല്ല, എന്നത്തെയും തീരുമാനം ഇത് തന്നെയാണ്. സത്യഭാമയുടെ കൊക്കിൽ ജീവനുള്ളത്തോളം കാലം ഇങ്ങനെ തന്നെയാണ് ഭാമ എന്ന് അങ്ങ് ഉറപ്പിച്ച് ഭാമ അങ്ങ് അഹങ്കാരത്തോടു കൂടി സെറ്റിലേക്ക് ഇരുന്ന് പറയുകയാണ്. തുടർന്ന് ഭാമയെ തിരുത്താനായിട്ട് രാഘവൻ നായർ ശ്രമിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, വേണ്ട അച്ഛ, അമ്മയ്ക്ക് അമ്മയുടേതായ വാശിയും തീരുമാനവും ഒക്കെയുണ്ട്. അവിടെ മക്കൾക്കും മരുമകൾക്കും ഒരു സ്ഥാനവുമില്ല, എന്തിന് ഭർത്താവിന് പോലും ഒരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ ശേഷം വാ പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയുടെ കൈ പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് മുട്ടുകുത്തി ഭാമയുടെ അടുത്തേക്ക് പ്രീതി ഇരിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമയുടെ കയ്യിൽ പിടിക്കുമ്പോൾ പ്രീതിയുടെ കൈയിന്ന് തട്ടി മാറ്റുകയാണ് ഭാമ. നിന്റെ സന്തോഷവും സമാധാനവും നിന്റെ ഭർത്താവ് ആരാണെന്നും ഒക്കെ തീരുമാനിക്കുന്നത് നിന്റെ ഏട്ടനല്ല. ഇതുവരെയുള്ള തീരുമാനങ്ങളെല്ലാം കേമമായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം വാ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് പ്രീതി വിഷ്ണു പിടിച്ചു വലിക്കുന്നുണ്ട്. അന്നേരം ഭാമയുടെ ഒരു കയ്യിൽ പ്രീതി ഇങ്ങനെ പിടിക്കുകയാണ്. പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ ഭാമ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ബലമായിട്ട് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം അമ്മയെന്നൊക്കെ പ്രീതി കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. സത്യഭാമ തിരിച്ച് വിളിക്കുമെന്നൊരു ഉദ്ദേശത്തോട് കൂട്ടി. പക്ഷേ ഭാമ വിളിക്കുന്നില്ല. തുടർന്ന് അവരങ്ങ് പുറത്തേക്ക് പോവുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ദേ മക്കൾ പോകുന്നു, അവരെ തിരിച്ചു വിളി ഭാമയെന്നൊക്കെ. പക്ഷെ ഒരു കുലുക്കവുമില്ലാതെ അങ്ങ് ഇരിക്കുകയാണ് സത്യഭാമ. തുടർന്ന് വീണ്ടും രാഘവൻ നായർ പറയുന്നുണ്ട്, നമ്മളെ മക്കളെ തിരിച്ചു വിളിക്കുക എന്നൊക്കെ. ഭാമ ഒരു കുലുക്കവും ഇല്ലാതെ ഇരിക്കുമ്പോൾ സെറ്റിൽ നിന്നും വീൽ ചെയറിലേക്ക് ഇരിക്കാനായിട്ട് രാഘവൻ നായർ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കില്ല. ഇതേസമയം പ്രീതിയെയും കൂട്ടിക്കൊണ്ട് ജീപ്പ് തുറക്കാനായിട്ട് പോകുമ്പോൾ വിഷ്ണു ഒന്ന് ആലോചിക്കുകയാണ്. അതേസമയം ആ ഡോർ അടച്ചിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ഇനി ഈ ജീപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. എൻ്റെ ഏട്ടൻ പണം കൊടുത്ത് വാങ്ങിയതല്ല, ഏട്ടൻ്റെ അധ്വാനത്തിനൊന്നും കണക്ക് വച്ചില്ല, കണക്ക് വയ്ക്കാനായിട്ട് മറന്നുപോയി എന്ന സങ്കടത്തോടെ പറഞ്ഞതിന് ശേഷം പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് വെച്ച ശേഷം പോട്ടേടാ മോനെ എന്ന് ജീപ്പിൽ ഇങ്ങനെ തലോടി പറഞ്ഞ ശേഷം നീ വാന്നും പറഞ്ഞ് പ്രീതിയുടെ കൈയും പിടിച്ച് അവിടെ നിന്നും ആ വീട്ടിൽ നിന്ന് നടന്നിറങ്ങിയാണ് വിഷ്ണു. ആകെ കരഞ്ഞ് തളർന്നാണ് പ്രീതി വിഷ്ണുവിൻ്റെ കൂടെ പോകുന്നത്. ആ രാത്രി സമയത്ത് വിഷ്ണുവിൻ്റെ കൂടെ അങ്ങ് പടിയിറങ്ങി പോകുമ്പോഴും തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കി അങ്ങ് സങ്കടപ്പെടുകയാണ് പ്രീതി.
തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിൽ രാജീവ് എത്തിയിട്ടുണ്ട്. മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം ശ്യാമ വന്ന് ചോദിക്കുന്നുണ്ട് കാലെങ്ങനെയുണ്ട് എന്നൊക്കെ. അന്നേരം ചോദിക്കേണ്ടവർ ചോദിച്ചില്ലല്ലോ, താൻ അയാളോട് പറഞ്ഞില്ലേ ഞാൻ വന്നിട്ടുണ്ടെന്ന്. അന്നേരം ഹോട്ടലിന് അകത്ത് നിന്ന് ജനലിലൂടെ ശാരിക നോക്കുന്നുണ്ട് അവരെ. അന്നേരം കാണണ്ടെന്നാണ് പറഞ്ഞത് എന്ന് ശ്യാമ രാജീവിനോട് പറയുകയാണ്. അത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് വന്ന് അന്വേഷിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി, ശാരദാമ്മയോട് പറഞ്ഞുതരാൻ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് രാജീവ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം സാറ് പോവുകയാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ, പിന്നെ അയാൾക്ക് എന്നെ കാണണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് രാജീവ് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ചേച്ചി വലിയ പഠിപ്പും വിവരവും ഒന്നുമില്ലാത്ത ആളാണ്, സാറ് എന്നെ പഠിപ്പിക്കുന്ന വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ, ചേച്ചിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ സാറല്ലേ പറഞ്ഞു തിരുത്തേണ്ടത്, ഇപ്പോൾ ആകെ സങ്കടത്തിലാണ് വല്യേച്ചി എന്ന് പറയുമ്പോൾ ശാരികയെ കാണാനായിട്ട് രാജീവ് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് വീടിനകത്ത് കാണാതിരിക്കുമ്പോൾ ഹോട്ടലിനകത്തേക്ക് രാജീവ് വരുന്നുണ്ട്. അന്നേരം തിരിഞ്ഞു നിന്ന് കരയുകയാണ് രാജുവിനെ കണ്ടിട്ട് ശാരിക. അന്നേരം എടോ എന്നും പറഞ്ഞ് തോളിൽ ശാരികയുടെ തോളിൽ ഇങ്ങനെ രാജീവ് പിടിക്കുമ്പോൾ, എടോ എന്തിനാ കരയുന്നത്, താൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സങ്കടം കൊണ്ട് കരയുകയും ഒന്നും സംസാരിക്കാൻ പറ്റാതെ അവസ്ഥയിൽ നിൽക്കുന്ന ശാരിക അങ്ങ് രാജീവിൻ്റെ നെഞ്ചിലേക്ക് ചായുകയാണ് കരഞ്ഞുകൊണ്ട്. അന്നേരം രാജീവിന് സന്തോഷമാവുന്നുണ്ട് ശാരികയുടെ പിണക്കം മാറിയതിൽ. ഇത്രയുമാണ് നാളത്തെ കുടുംബശ്രീയുടെ മഹാ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.